അതേതാ ലോകം? എന്ന് പറഞ്ഞ 70 ഹുജുബുകളുടെയും മറകളുടെയും അപ്പുറത്തുള്ള ലോകമാണ്. ആകാശങ്ങളും കടന്ന് അർശും കടന്ന് അതിന്റെ അപ്പുറത്ത് ആലമുറക്കും അപ്പുറം അവിടെയുള്ള അല്ലാഹുവിന്റെ പ്രത്യേകക്കാരായ മലക്കുകൾ അവരുടെ മനസ്സിൽ ഒരാശയം തോന്നണമെങ്കിൽ വരെ അത് ഈ ലോകത്തുള്ള മശായിഖന്മാര് തസറുഫ് ചെയ്യണം. അവർക്ക് തോന്നാൻ വരെ പറ്റില്ല. ഇല്ലാ ബീദിനി അഹ്ലി തസറുഫ്, കൈകാര്യം ചെയ്യുന്ന മഹാന്മാരെ സമ്മതത്തിലല്ലാതെ. എന്നിട്ട് കിതാബുൽ ഇബ്രീസിൽ മഹാനരായ അബ്ദുൽ അസീസ് ഉദ്ദബ്ബാഹ് തങ്ങളുടെ ചോദ്യം, വൈദാ കാന ഹാദാ ഫി ആലമിർ റഖാ അല്ലദീ ഹുവ ഫൗഖൽ ഹുജുബിസ് സബഈൻ അല്ലതീ ഹിയ ഫൗഖൽ അർശ്, അർശിന്റെ മുകളിലുള്ള ഹുജുബുസ് സബഈനും കടന്ന് അതിന്റെ അപ്പുറത്തുള്ള ആലമുർ റഖയിലും ഒരാൾ ഒരു വിചാരം വിചാരിക്കണമെങ്കിൽ ഔലിയാക്കന്മാരുടെ സമ്മതം വേണമെങ്കിൽ ഫമാ ظنك بغيره من العوالم, മറ്റുള്ള ലോകത്തെ കുറിച്ച് പറയേണ്ടതുണ്ടോ എന്ന് കിതാബുൽ ഇബ്രീസിൽ ഇമാം അവറുകൾ ചോദിക്കുമ്പോ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ പക്ഷമാണ് ഈ 10 കിതാബുകളിൽ. അത് സമയം കിട്ടിയ 100 200 ഞങ്ങൾ വായിക്കും. വിളിക്കുന്നു ഞങ്ങൾ സാക്ഷാൽ അലവി സഖാഫിയെ, അയാൾക്ക് പഠിപ്പിച്ച പേരോട് സഖാഫിയെ, മുശാവറയെ. ആലം മുടുക്കയാണ് അല്ലാഹു അവന്റെ ഔലിയാക്കൾക്ക് നൽകുന്ന അധികാരം എന്ന് സമർത്ഥിക്കാൻ കിതാബെടുത്ത് ഞങ്ങൾ വരാം. ഞങ്ങൾക്കപ്പുറത്ത് നിന്ന് നെഞ്ചു വിരുത്തി ഞങ്ങളെ മുമ്പിൽ വന്ന് ആലം മുടുക്കയല്ലെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു വ്യാജ ആലിം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വരൂ. വെല്ലുവിളിയാണ്. ധൈര്യമുണ്ടെങ്കിൽ ഏറ്റെടുക്ക്. കിതാബ് വെച്ചിട്ടുള്ള കളിയാണ്. കഴിയുമെങ്കിൽ വന്നാൽ മതി. പിന്നെ അവിടെ ഞഞ്ഞാമിഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആശയം ആരാ പറഞ്ഞു കൊടുത്തത്? അലവി സഖാഫിക്ക് സാക്ഷാൽ പേരോടാണ്. അയാൾ പറയട്ടെ. ഇങ്ങനത്തെ ഒരു ടീമുണ്ട്, അതാണ് വ്യാജ തരീഖത്തുകാര്. മടവൂരിനെ അങ്ങോട്ട് പൊക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂർ ഇങ്ങനെ നിയന്ത്രിക്കുക. മടവൂർ ജയിക്കുന്നതിന് മുമ്പ് ഇല്ല അതൊക്കെ. അപ്പൊ ഈ മുജാഹിദിന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. ഈ ചോദ്യം, ഈ വിഷയം ഇവിടെ പഠിപ്പിച്ചത് ഇയാളാ. അതാപ്പോ വലിയ സംശയം ഉണ്ടായത്. എന്ത്? സൂര്യനും ചന്ദ്രനൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കാൻ ഭാഷഘട്ടങ്ങൾ മടവൂരിനെ നമ്മൾ ഉയർത്തിയതാണ്. ആ പ്രയോഗം നോക്ക് നിങ്ങൾ. മടവൂർ ശൈഖുനെ നമ്മളാരോ ഉയർത്തിയതാ? ആയിരക്കണക്കിന് ആളുകളല്ലേ ഒരു ദിവസം വന്നിരുന്നത്. ഈ കോഴിക്കോട്ടുകാർക്ക് അറിയില്ലേ അത്? അവരല്ലാഹു ഉയർത്തുന്നതാ. അല്ലാഹു ഉയർത്തിയിട്ട് നമ്മൾക്ക് താഴ്ത്താൻ പറ്റുമോ? നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു നോക്കി. നിങ്ങളല്ലേ ആപ്പിലായത്? ശൈഖുനാന്റെ ഇസ്മു ഉയർന്നു നിൽക്കല്ലേ? തൊടാൻ കഴിയോ അതിനെ? 14-ാം രാവായി ഉയർച്ച നിൽക്കുമ്പോ ഭൂമിയിൽ നിന്ന് പട്ടികൾ കുരച്ചതുകൊണ്ട് അതിനെന്തോ സംഭവിക്കോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്?